നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു ബിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയത് നിങ്ങളിൽ എത്ര പേരറിഞ്ഞു? പറഞ്ഞു വരുന്നത് നമ്മുടെ ഇൻഷുറൻസ് മേഖലയെ കുറിച്ചാണ്. ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ജീവനക്കാരെ മാത്രമല്ല, രാജ്യത്തിന്റെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കും. LIC ഇൻഷുറൻസിന്റെ കാര്യം മാത്രമല്ല, ജനങ്ങളുടെ സമ്പാദ്യത്തിന്റെ മേഖല കൂടിയാണിത്. ഇത് വിദേശ കമ്പനികൾ വിഴുങ്ങുന്നതോടെ അവരായിരിക്കും ഇതിന്റെ നിയമങ്ങളും നിബന്ധനകളും ഉണ്ടാക്കുക. നിലവിൽ ഈ മേഖലയിൽ 74% വിദേശ നിക്ഷേപമാണ് അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിദേശ കമ്പനികൾക്ക് ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും കമ്പനികളുമായി ടൈഅപ്പ് ഉണ്ടാക്കണമായിരുന്നു. വിദേശ കമ്പനികൾ പൂർണ്ണമായി ഇൻഷുറൻസ് രംഗം കൈയടക്കുമ്പോൾ നാട്ടിലെ നിയമങ്ങളൊന്നും അവർക്ക് ബാധകമാകില്ല. ഇന്ത്യക്കാർ നടത്തുന്ന നിക്ഷേപത്തിന് ഉറപ്പ് പറയാൻ കഴിയാത്ത സ്ഥിതി വരും. വാഹന പ്രീമിയം തീരുമാനിക്കുക വിദേശ കമ്പനികളാകും. സ്വാഭാവികമായും വാഹന പ്രീമിയം കുത്തനെ ഉയരും. നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിനെ അടക്കം ഇത് ബാധിക്കും. അമേരിക്കയിലെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ് യുണൈറ്റഡ് ഹെൽത്ത് കെയർ കമ്പനി. ഇവർ ഇൻഷുറൻസ് ക്ലെയിം നൽകാത്തതിന്റെ പേരിൽ അതിന്റെ CEO ബ്രെയിൻ തോംസനെ ആളുകൾ വെടിവെച്ച് കൊന്ന വാർത്ത വന്നിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. സമാന ദുരന്തങ്ങൾ ഇന്ത്യയിലും ഉണ്ടായേക്കാം. രാജ്യത്തെ തന്ത്രപ്രധാനമായ മേഖലകളൊക്കെ സ്വകാര്യ വിദേശ കമ്പനികൾക്ക് മേയാൻ അവസരം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പൊതുനയത്തിന്റെ തുടർച്ച തന്നെയാണ് ഇൻഷുറൻസ് പൂർണ്ണമായും സ്വകാര്യവൽക്കരിച്ചതിലൂടെ പ്രകടമാകുന്നത്. എയർലൈൻ മേഖലയിലെ 90% ഇപ്പോൾ ഇൻഡിഗോയും ടാറ്റയുടെയും പക്കലാണ്. സിമന്റ് മാർക്കറ്റിന്റെ ഭൂരിപക്ഷവും അദാനിയുടെയും ബിർളയുടെയും കൈവശമാണ്. ഇങ്ങനെ പതുക്കെ രാജ്യത്തെ തന്നെ സ്വകാര്യ കുത്തകൾക്ക് വിറ്റ് അതിന്റെ കമ്മീഷൻ അടിക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്.